ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നാച്ചുറൽ സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ പയർ വറുത്ത് പൊടിച്ചാണ് നമ്മളിന്ന് പരിപ്പ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പയർ എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പയറാണ് ഒരു പാനിലിട്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറണം. മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിനൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഈ പാനിൽ തന്നെ വെച്ചാൽ അത് വീണ്ടും ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് നല്ല പൊടിഞ്ഞു പോകരുത്, എന്നാൽ പൊടിയാതെ ഇരിക്കരുത്. ഇതൊന്ന് 2-3 ആയിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പച്ച കളർ തൊലി ഒന്ന് മീതെ വരും. അപ്പോൾ അതിനെ നമുക്കൊന്ന് കഴുകി മാറ്റണം. അതിന് വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലും ആയിരിക്കും, നല്ല കളറും കിട്ടും പരിപ്പ് കറി തയ്യാറാക്കുമ്പോൾ. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ മറ്റൊരു പാത്രത്തിലോട്ട് തട്ടി ഇതിനൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് പൊടി വരുന്നതിന് നമുക്കൊന്ന് കളഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ മീതെ ഇതുപോലെയുള്ള പൊടി ഇങ്ങ് കളയും. എന്നിട്ട് നമുക്കൊരു ചെറിയ കുക്കറിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് വേണം നമുക്കിത് കറി തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കുക. 3/4 മുറിയോളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു 3/4 ടേബിൾ സ്പൂണോളം. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരക പൊടിയായാലും മതിയാകും. അതൊരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി നമുക്കൊരു ഫ്ലേവർ അനുസരിച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഇത് ഇത്രയും നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പയർ വെന്തതിന് ശേഷം പയർ ചേർത്ത് കൊടുക്കേണ്ടത്. പയർ നല്ലതുപോലെ തണുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 2-3 വിസിലായതിനു ശേഷം പയർ വെന്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം അടിച്ചെടുത്തു. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അധികം കൂടുതലാവാതെ ശ്രദ്ധിക്കുക. എന്നാൽ എണ്ണയുടെ മണമായിരിക്കും അടിക്കുന്നത്. പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഉഴുന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയും പയറും എല്ലാം കൂടെ ചേർത്ത് അരച്ച മിക്സാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പയറിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ. നല്ലതുപോലെ തിളച്ച് പൊങ്ങരുത് ഇതിൻ്റെ പരിപ്പ് കറി. അതായത് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കുക. പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു സൈഡൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ അതങ്ങ് ഓഫാക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയുമായി വീണ്ടും കാണാം.